ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ അഞ്ചാമത്തെ ആയത്ത്. أولئك على هدى من ربهم وأولئك هم المفلحون. أولئك على هدى من ربهم وأولئك هم المفلحون. ഉലൈക എന്നത് മദ് മുത്തസിലാണ്. ഇത് നമ്മൾ എന്തായാലും നീട്ടേണ്ട ഒരു മദ്ദാണ്. 4-5 ഹർക്കത്തിൻ്റെ അളവിൽ ഉലൈക എന്ന് നീട്ടാം. അല ഹുദം, ഹുദം അവിടെ അങ്ങനെ മണിച്ചുകൊണ്ട് കൂട്ടി ലയിപ്പിക്കുകയാണ്. ഹുദം എന്ന് പറയുന്നു. ഹുദം മിർ റബ്ബിഹിം, മിൻ റബ്ബിഹിം എന്നത് മിർ റബ്ബിഹിം എന്നാണ് ഓതുക. കൂട്ടി ലയിപ്പിക്കുന്നു, എന്നാൽ മണിക്കുന്നില്ല. വ ഉലൈക അവിടെയും നീട്ടാനുണ്ട്. ഹ എന്ന അക്ഷരം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സന്മാർഗത്തിന്മേലാണവർ, അവർ തന്നെയാണ് വിജയികൾ. ഹിദായത്തിലാക്കണമേ എന്ന ഫാത്തിഹയിലെ പ്രാർത്ഥനയുടെ ഉത്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. മുമ്പുള്ള 2 ആയത്തുകളിലായി എണ്ണിപ്പറഞ്ഞ 6 സവിശേഷതകൾ ഉൾക്കൊണ്ട് മുത്തക്കികളായി ജീവിക്കുന്നവർക്കുള്ളതാണ് സന്മാർഗം. അവരെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കുക. അവർക്കാണ് ഖുർആൻ യഥാരൂപത്തിൽ മാർഗദർശകമാവുക. ആത്യന്തികമായ വിജയവും അവർക്കുള്ളത് തന്നെ. 2 തരം ഹിദായത്തുകളാണുള്ളതെന്ന് ഖുർആൻ പദശാസ്ത്രജ്ഞനായ ഇമാം റായിബ് അൽ ഇസ്ഫഹാനി തൻ്റെ അൽ മുഫറദാത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, മാർഗം കാണിക്കുകയാണ്. തെളിവുകളും സതുപദേശങ്ങളും വഴി മാർഗദർശനം ചെയ്യുന്നതിനാണ് ഹിദായത്തു ദലാലത്തു വൽ ബയാൻ എന്ന് പറയുക. പ്രവാചകന്മാർ വന്നതും വേദങ്ങൾ അവതരിപ്പിച്ചതുമെല്ലാം ഈ ഒന്നാമത്തെ വിഭാഗം ഹിദായത്തിന് വേണ്ടിയാണ്. മാർഗദർശികളായ പ്രവാചകന്മാരെ എല്ലാ സമൂഹങ്ങളിലേക്കും നിയോഗിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ 13-ാം അധ്യായത്തിൽ 7-ാം സൂക്തത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരിൽ അന്തിമനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മനുഷ്യരെ മൊത്തത്തിൽ നേർമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. നേർമാർഗത്തിലേക്ക് തന്നെയാണ് താങ്കൾ വഴി കാണിക്കുന്നത് എന്ന് പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. 42-ാം അധ്യായത്തിൽ 52-ാം സൂക്തം. തൗറാത്ത് മൂസാ നബിയുടെ സമുദായത്തിനും 5-ാം അധ്യായം 44-ാമത് സൂക്തം. ഇഞ്ചീൽ ഈസാ നബിയുടെ സമുദായത്തിനും 5-ാം അധ്യായം 46-ാമത് സൂക്തം. പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് മൊത്തത്തിലുമുള്ള 2-ാം അധ്യായം 185-ാമത് സൂക്തത്തിലൂടെ മാർഗദർശകമാണെന്ന് പറഞ്ഞത് അവയെല്ലാം നിർവഹിക്കുന്ന ദൗത്യം ഹിദായത്തുൽ ബയാനാണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. അന്തിമ പ്രവാചകനിലൂടെ അവതീർണമായ മാർഗദർശക വെളിപാട് എന്ന നിലയിൽ മനുഷ്യർക്കെല്ലാം ശരിയായ ആദർശവും കളങ്കമില്ലാത്ത ജീവിത രീതിയും എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് ഖുർആൻ. ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അതുതന്നെയാണ്. ഹിദായത്തിൻ്റെ 2ാമത്തെ നിർവചനം ലക്ഷ്യത്തിലേക്ക് ശാന്തമായും അനുകമ്പയോടെയും നയിക്കുകയാണ്. ലക്ഷ്യത്തിലേക്ക് നയിക്കുകയെന്ന ഹിദായത്തു തൗഫീഖ് അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു നേർമാർഗത്തിലാക്കുന്നവരാരോ അവരാണ് സന്മാർഗത്തിലായവർ. അവൻ ആരെയെങ്കിലും ദുർമാർഗത്തിലാക്കിയാൽ അവർക്ക് വഴി കാണിക്കാൻ കഴിയുന്ന സഹായികളെ ഒന്നും കാണാൻ നിനക്കാവില്ല. 18-ാം അധ്യായം 17-ാമത് സൂക്തത്തിലൂടെ പറഞ്ഞത് ഈ 2ാമത്തെ തരം ഹിദായത്തിനെ കുറിച്ചാണ്. അവരെ നേർവഴിയിലാക്കേണ്ടത് താങ്കളല്ല, അള്ളാഹുവാണ് അവൻ നിശ്ചയിക്കുന്നവരെ നേർവഴിയിലാക്കുക. 2-ാം അധ്യായത്തിലെ 272-ാമത് വചനം എന്ന് പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുമ്പോൾ ഹിദായത്തു തൗഫീഖിൽ പ്രവാചകന് പോലും ഓഹരി ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യമാണ് മനസ്സിലാവുന്നത്. താൻ സ്നേഹിക്കുന്നവരിൽ ചിലർ സത്യമാർഗത്തിൽ എത്തിയിരുന്നെങ്കിൽ എന്ന പ്രവാചകൻ്റെ ആഗ്രഹത്തോടുള്ള പടച്ചവൻ്റെ പ്രതികരണത്തിൽ നിന്ന്
ഇക്കാര്യം ഒന്നുകൂടി കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. താങ്കൾ ഇച്ഛിക്കുന്നവരെ നേർവഴിയിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല. 28-ാം അധ്യായത്തിലെ 56-ാമത് സൂക്തം. പടച്ചവനാണ് ഹാദി, ആത്യന്തികമായ മാർഗദർശി. രണ്ട് തരം ഹിദായത്തുക്കളും സംഗമിക്കുകയാണ് ഖുർആനിൽ. മനുഷ്യർക്കെല്ലാമുള്ള മാർഗദർശക ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യർക്കെല്ലാമുള്ള ഹുദ ആയി ഖുർആൻ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് 2-ാം അധ്യായത്തിലെ 185-ാം വചനത്തിലൂടെ. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുളുകളിൽ കഴിയുന്നവരെ ദിവ്യപ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണത്. ജനങ്ങളെ അവരുടെ നാഥൻ്റെ അനുമതിയോടെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായി താങ്കൾക്ക് അവതീർണമായ ഗ്രന്ഥം. 14-ാം അധ്യായം 2-ാം വചനം. എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറയുന്നത്. വേദഗ്രന്ഥം എന്ന നിലയിലുള്ള ഖുർആനിൻ്റെ ഒന്നാമത്തെ ദൗത്യമാണത്. അതോടൊപ്പം തന്നെ മുത്തക്കികളെ പ്രത്യേകമായി അള്ളാഹു ഖുർആനിലൂടെ അവരുടെ ലക്ഷ്യമായ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഖുർആൻ അവരുടെ വഴികാട്ടി മാത്രം, നയിക്കുന്നത് അള്ളാഹുവാണ്. ഇഹലോകത്തും പരലോകത്തുമുള്ള വിജയം മുത്തക്കികൾക്കുള്ളതാണ്. അധികാരമോ സമ്പത്തോ സൗന്ദര്യമോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല ഇഹലോകത്തെ വിജയം. സംതൃപ്തമായ മനസ്സാണ്. മുത്തക്കികൾക്ക് ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണത്. തങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലും അള്ളാഹു തങ്ങളുടെ സംരക്ഷകനുമാവുമ്പോൾ ലഭിക്കുന്ന മനസ്സംതൃപ്തി. അതേക്കുറിച്ച് ദൈവദൂതർ പറഞ്ഞത് ഇങ്ങനെയാണ്: സമ്പത്ത് ഹൃദയത്തിലാണ്, ദാരിദ്ര്യവും ഹൃദയത്തിലാണ്. ലോകത്ത് എന്തു തന്നെ സംഭവിച്ചാലും ഹൃദയം സമ്പന്നമായവനെ അതൊന്നും തന്നെ ബാധിക്കുകയില്ല. ഇഹലോകത്തിൽ തനിക്ക് എത്ര തന്നെ ഉണ്ടായാലും ഹൃദയം ദരിദ്രമായവൻ സംതൃപ്തനാവുകയില്ല. സ്വന്തത്തിൻ്റെ അത്യാഗ്രഹമല്ലാതെ അവനെ അപായപ്പെടുത്തുന്നില്ല തീർച്ച. അബൂദറിൽ നിന്ന് അൽ മുഅ്ജമുൽ കബീറിൽ സ്വഹീഹായ സനദോടെ നിവേദനം ചെയ്തത്. ഖുർആൻ മുത്തക്കികളെ ആത്യന്തികമായി നയിക്കുന്നത് മരണാനന്തര ജീവിതത്തിലെ വിജയത്തിലേക്കാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രമായവർക്ക് ലഭിക്കുന്ന സ്വർഗപ്രവേശം തന്നെയാണ് ആ വിജയം, യഥാർത്ഥ വിജയം. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് അവർ ജീവിതത്തെ അവൻ്റെ നിയമങ്ങൾക്ക് വിധേയമാക്കിയത്. ദൈവപ്രീതിയുടെ പ്രകാശനം നടക്കുന്ന വേദിയാണ് മരണാനന്തര ജീവിതം. സ്വർഗത്തിലാവുക എന്നതാണ് വിജയം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലാവുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിജയികൾ. 3-ാം അധ്യായത്തിൽ 185-ാമത് സൂക്തത്തിലൂടെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിജയമാണ് മുത്തക്കികൾ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി തന്നെ. എന്തിനായിരിക്കും അവർ സന്മാർഗത്തിലാണ് എന്ന കേവല പ്രയോഗത്തിന് പകരം അവർ സന്മാർഗത്തിന്മേലാണ് എന്ന് ഖുർആൻ പ്രയോഗിച്ചത്? അതിന്മേൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പ്രയോഗിച്ച അല ഇവിടെ മുത്തക്കികളുടെ ഉയർച്ചയെ ദ്യോതിപ്പിക്കുന്നു. അവർ ഹുദയിൽ ചെന്നുപെട്ടതല്ല, ബോധ്യത്തോടെ ഹുദ സ്വീകരിച്ചതാണ് എന്നും അതിൽ സംശയലേശമന്യേ തലമുയർത്തി നിൽക്കുന്നവരാണെന്നും ഈ പ്രയോഗം വ്യക്തമാക്കുന്നു. ആശയങ്ങൾ കൃത്യമായി പ്രയോഗിക്കുന്ന ഖുർആനിൻ്റെ മനോഹാരിതയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തിനാണ് ഈ വചനത്തിൽ അവർ എന്ന് 2 തവണ ആവർത്തിച്ചത്? തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സന്മാർഗത്തിലുള്ള അവരാണ് വിജയികൾ എന്ന് ചുരുക്കി പറഞ്ഞാൽ തന്നെ ഈ ആയത്തിൻ്റെ ആശയം ലഭിക്കുകയില്ലേ? എന്തിന് 2 തവണ അവർ എന്ന് ആവർത്തിച്ച് പറയണം? പരിശുദ്ധ ഖുർആനിനെ സുന്ദരമാക്കുന്ന ഭാഷാ ശൈലികളിലൊന്നാണിത്. തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സന്മാർഗത്തിലാണവർ എന്ന ആദ്യത്തെ വചനഖണ്ഡം അവരുടെ സ്ഥാനം പ്രത്യേകം എടുത്തു കാണിക്കുമ്പോൾ അവർ തന്നെയാണ് വിജയികൾ എന്ന 2-ാമത്തെ ഖണ്ഡം അവർക്ക് ലഭിക്കാനുള്ള വിജയത്തെ പ്രത്യേകമായി ശാക്തീകരിച്ച് പ്രകടിപ്പിക്കുന്നു. ഹിദായത്തും ഫലാഹും മുത്തക്കികൾക്ക് ഉറപ്പാണെന്ന വസ്തുത ശക്തമായി പ്രകടിപ്പിക്കുകയാണിവിടെ. മുത്തക്കികളുടെ എടുത്തു പറഞ്ഞ 6 സവിശേഷതകളുള്ളവർക്ക് മാത്രമാണ് സന്മാർഗവും വിജയവും നേടാൻ കഴിയുകയെന്നും ഈ ആവർത്തനം സൂചിപ്പിക്കുന്നു. ഖുർആൻ 2-ാമത്തെ അധ്യായത്തിലെ
ആദ്യത്തെ 5 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന അതിലെ ഒന്നാമത്തെ ആശയക്കൂട്ടം ഈ വചനത്തോടെ അവസാനിക്കുകയാണ്. ഖുർആൻ മാർഗദർശകമായി തീരുന്ന മുത്തക്കികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വചനക്കൂട്ടം ആരംഭിച്ചത് ഹിദായത്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നതും ഹിദായത്തിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തന്നെ. മുത്തക്കികൾക്കുള്ള ഹുദയായ കിതാബിലൂടെ ജീവിച്ചാൽ റബ്ബിൽ നിന്നുള്ള ഹുദയും അതിൻ്റെ സ്വാഭാവികതയായ വിജയവുമുണ്ടാകുമെന്ന പാഠം നൽകുന്നതാണ് ഈ പഞ്ചവചനക്കൂട്ടം. ഹുദായുടെ ചക്രത്തിനകത്താണ് ഈ വചനക്കൂട്ടത്തെ അള്ളാഹു വിന്യസിച്ചിരിക്കുന്നത്. ഹുദയിൽ നിന്ന് തുടങ്ങി ഹുദയിൽ അവസാനിക്കുന്ന പഞ്ചവചനക്കൂട്ടം. ഇതേപോലെയുള്ള ചാക്രിക വചനങ്ങൾ ഖുർആനിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ഖുർആനിനെ അദ്വിതീയവും അനുകരിക്കാനാവാത്തതുമാക്കുന്ന നിരവധി സവിശേഷതകളിലൊന്നാണിത്.